വിലക്കപ്പെട്ട പ്രണയം ഭാഗം 56. അതിനുശേഷം മുത്തശ്ശിയൊക്കെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ. ആ സമയത്താണ് എബിസാർ എന്നോട് എറണാകുളത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നത്. ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് എനിക്കത് വലിയ തെറ്റായിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ആൾക്ക് എൻ്റെ നാട്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞാണ് പോയത്. അങ്ങനെ അവിടെ സ്ഥലമൊക്കെ കണ്ട് തിരികെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു ഞങ്ങൾ. അതിനിടയ്ക്ക് രാത്രി 1-2 സ്ഥലത്തൊക്കെ എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ലുലു മാളിൽ പോയപ്പോൾ ഉള്ള ഫോട്ടോ ആണ് ഇപ്പോൾ അനു മാഡം ഇവിടെ കാണിച്ചത്. പിറ്റേ ദിവസം ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഫ്ലാറ്റിലേക്ക് ആരോ വന്നു. വാതിൽ തുറന്നപ്പോൾ അതെൻ്റെ ഋഷിയേട്ടനും ലതാമ്മയൊക്കെ ആയിരുന്നു. അവരൊക്കെ എബിസാർ പറഞ്ഞിട്ട് വന്നതാണത്രേ. എബിസാറിൻ്റെ എറണാകുളത്തുള്ള വീടിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ കുന്നുംപുറത്തുള്ള വീട്. അവിടെ വെച്ച് ചെറുപ്പത്തിൽ ഋഷിയേട്ടനും എബിസാറും തമ്മിൽ പരിചയമുണ്ടായിരുന്നു അത്രേ. അങ്ങനെ ആ പരിചയത്തിൽ എബിസാർ ഋഷിയേട്ടൻ്റെ അടുത്ത് പോയി വീട്ടിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു, അതും എനിക്ക് വേണ്ടി. അങ്ങനെ സാറ് മുന്നിട്ടിറങ്ങി ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടു. ഇപ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ട്. ലതാമ്മ, ഋഷിയേട്ടൻ, ചേച്ചി, അവരുടെ കുഞ്ഞ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പറഞ്ഞു വന്നപ്പോൾ ആമി കരഞ്ഞുപോയി. നിറഞ്ഞൊഴുകിയ കണ്ണുനീര് തുടച്ചു നീക്കിയെങ്കിലും അതിലും വേഗത്തിൽ അവ നിറഞ്ഞു വരികയായിരുന്നു. എനിക്ക് അകത്തേക്ക് വരാമോ? അങ്ങനെ നിൽക്കുന്ന സമയം തന്നെ വാതിൽ തുറന്ന് എബി വീണ്ടും വന്നു. അവൻ ചോദിച്ചത് കേട്ടിട്ടും ആരും ഒന്നും മിണ്ടിയില്ല. അവൻ നേരെ ആമിയുടെ അടുത്തേക്ക് വന്നു. ആഹാ, താൻ വീണ്ടും കണ്ണീർ പരമ്പര തുടങ്ങിയോ? എബി അവളെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു. എങ്ങനെയാ, കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എൻ്റെ ത്രേസ്യക്കൊച്ച് എന്ന് ചോദിച്ച് അവൻ നേരെ വന്ന് കട്ടിലിരിക്കുന്ന മുത്തശ്ശിയുടെ മടിയിലേക്ക് തലവെച്ചു. മുത്തശ്ശി അവനെ തടയാൻ നിന്നില്ല എങ്കിലും ദേഷ്യത്തോടെ ഒന്ന് നോക്കി. പക്ഷേ അവൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ആമി കരയാതിരിക്കെ, പോയി കിടക്കാൻ നോക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നേരം പുലർന്നിട്ടാവാം. മുത്തശ്ശി ഗൗരവത്തിൽ പറഞ്ഞതും ആമി പിന്നെ അവിടെ നിൽക്കാതെ പുറത്തേക്ക് നടക്കാനൊരുങ്ങി. അവൾ പോയപ്പോൾ തന്നെ ഞാൻ വരാമെന്ന് എബി ആക്ഷൻ കാണിക്കുകയും ചെയ്തു. പുറത്തേക്ക് നടക്കാനൊരുങ്ങിയ ആമിയെ പിന്നെയും മുത്തശ്ശി വിളിച്ചു. പിന്നെ ഇന്ന് രാത്രി മുഴുവൻ ഈ ഒരു കാര്യം പറഞ്ഞ് കരഞ്ഞു പിഴിഞ്ഞിരിക്കാൻ നിൽക്കരുത്. ഒരു താക്കീത് പോലെ മുത്തശ്ശി പറഞ്ഞതും അതിനും തലയാട്ടി സമ്മതം മൂളിക്കൊണ്ടാണ് ആമി പുറത്തേക്ക് ഇറങ്ങിയത്. ആമി പോയപ്പോൾ തന്നെ മുത്തശ്ശി മടിയിൽ തലവെച്ച് കിടക്കുന്ന കുഞ്ഞുവാവയെ ഒന്ന് നോക്കി. എബിയാണെങ്കിൽ തിരിച്ച് മുത്തശ്ശിയെയും നിഷ്കളങ്കമായി നോക്കി. പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്ത് വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ, ചെറുതായി ഒന്ന് പാടിക്കൊണ്ട് എബി മുത്തശ്ശിയുടെ താടിത്തുമ്പിൽ പിടിച്ചൊന്നാട്ടി. പക്ഷേ അതിലും വേഗത്തിൽ മുത്തശ്ശി അവൻ്റെ കൈ തട്ടി മാറ്റി. ദേ എബി, കുട്ടികളെയൊക്കെ മാറ്റി നിർത്തിക്കോ. നീ ചെയ്തതൊക്കെ നിസ്സാര കാര്യമാണെന്നാണോ നീ കരുതി വച്ചിരിക്കുന്നത്? നിസ്സാര കാര്യമോ? ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞതും അല്പം കനത്തിൽ തന്നെ മുത്തശ്ശി അവൻ്റെ കയ്യിലൊരു തല്ല് കൊടുത്തു. ഔ എന്ന് പറഞ്ഞ് എബി വേഗം തന്നെ മുത്തശ്ശിയുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നിന്റെ ഈ കുഞ്ഞുകളി ഉണ്ടല്ലോ, അത് നിർത്തിക്കോ നീ. അമ്മാമ്മ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എന്നിട്ട് പറയ്. അല്ലാതെ തോക്കി കയറി വെടിവെക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കാര്യം പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല. എന്താന്ന് വെച്ചാൽ പറയ്. ഒരാളുടെ വിശദീകരണം കേട്ട് കഴിഞ്ഞു, ഇനി നീ പറയ്. ഗൗരവത്തോടെ തന്നെ അവനെ നോക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു. അമ്മാമ്മേ, ഞാൻ അവൾക്കൊരു ഹെൽപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ. അതിനവർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇത്രയും വലിയ പ്രശ്നമൊക്കെ ആക്കേണ്ട കാര്യമുണ്ടോ? നിനക്കിത് ചെറിയ കാര്യമായിട്ട് തോന്നാ എബി, പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ആരോടും പറയാതെ രണ്ടുപേരും കൂടി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നു. അവിടെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ കുടുങ്ങാൻ പോകുന്നത് എല്ലാവരും ആയിരിക്കും. നീ കരുതുന്നത് പോലെ അത് നിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒതുങ്ങണമെന്നില്ല. ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോവാം. എബി പറഞ്ഞപ്പോൾ മുത്തശ്ശി അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇനി പോകുമ്പോൾ പറയാമെന്നോ? ഇനി എങ്ങോട്ട് പോകാനാണ്? മുത്തശ്ശി ചോദിച്ചതും എബി ഒന്ന് പതുങ്ങി. അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് അവനെ നോക്കി കനപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് മുത്തശ്ശി വീണ്ടും കണക്ക് കൂട്ടുന്നതിലേക്ക് തിരിഞ്ഞു. അവള് അമ്മാമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? കുറച്ച് സമയം കഴിഞ്ഞതും എബി ആലോചനയോട് ചോദിച്ചതും മുത്തശ്ശി അവനെ ഒന്ന് നോക്കി. എല്ലാം പറഞ്ഞു. എന്നിട്ട് ഇനി എന്താ അമ്മാമ്മയുടെ തീരുമാനം? പടിയടച്ച് പിണ്ടം വെക്കാനുള്ള അത്ര വലിയ ആലോചന വല്ലതും ആയോ? തമാശ കലർത്തി എബി ചോദിച്ചതും മുത്തശ്ശി അവനെ ഒന്ന് നോക്കി. ഇത്രയും നാളും ഇതൊക്കെ പറയാതിരുന്നത് ഒരു തെറ്റ് തന്നെയായിരുന്നു. പലപ്പോഴും അവളോട് അവളുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നീട് അത് അവൾക്കൊരു ബുദ്ധിമുട്ടാകേണ്ടല്ലോ എന്ന് കരുതിയാണ് ചോദിക്കാതിരുന്നത്. പക്ഷേ അതെല്ലാം തുറന്നു പറയുക എന്നത് അവളുടെ മര്യാദയുമായിരുന്നു. ജീവിതത്തിൽ ഒരു കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. അതുകൊണ്ട് തെറ്റുകൾ ക്ഷമിച്ചും പുറത്തുമൊക്കെ ജീവിക്കണം. തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ല. അതൊക്കെ ക്ഷമിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതം ശരിക്കുള്ള ജീവിതമാവുന്നത്. അല്ലാതെ പരസ്പരം പോര് വിളിച്ചിട്ടും പക കൊണ്ടു നടന്നിട്ടും ഒക്കെ എന്തിനാണ്? പടിയടച്ച് പിണ്ടം വയ്ക്കാൻ മാത്രമുള്ള തെറ്റുകളൊന്നും അവൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രയും കഠിനമായ ശിക്ഷയൊന്നും ഞാൻ എടുക്കുന്നില്ല.
പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ പറയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ ഞാൻ എന്തായാലും തരും. നാളെ നേരെ ഒന്ന് പുലരട്ടെ, എന്നിട്ടാകാം. അത് ഞാൻ സമ്മതിക്കുന്നു. മുത്തശ്ശിയോട് നുണ പറഞ്ഞു പോയത് തെറ്റ് തന്നെയാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി മുത്തശ്ശി എന്ത് തന്നെ ശിക്ഷ തന്നാലും അത് ഞങ്ങൾ രണ്ടുപേരും അനുസരിക്കും. എബി കുറച്ചുപോലും ഒന്ന് ചിന്തിക്കാതെ അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. അമ്മാമ്മയുടെ അനിയത്തിയെയും മോളെയും ഭർത്താവിനെയും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കുവാണ്. എല്ലാവരോടും നാളെ രാവിലെ തന്നെ ഇവിടെ വിട്ട് പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തീരുമാനത്തിൽ അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിപ്പോൾ തുറന്നു പറയാം. പക്ഷേ അവരിവിടെ താമസിക്കുവാണെങ്കിൽ ഞാനിവിടെ താമസിക്കില്ല. അവർ പോയതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നോളാം. അവരോട് നീ ഇവിടുന്ന് പോകാൻ പറഞ്ഞു. നിസ്സാരം എന്ന പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ട് എബി മുത്തശ്ശിയുടെ മറുപടി കാത്തു നിൽക്കാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹാളിൽ അനീറ്റ നിൽക്കുന്നത് എബി കണ്ടിരുന്നു. കുഞ്ഞിനുള്ള ഭക്ഷണം എടുക്കുന്നതിന് വേണ്ടി അവൾ അടുക്കളയിലേക്ക് പോകുകയാണ് എന്ന് തോന്നുന്നു. അനീറ്റ ഒന്നവിടെ നിന്നേ. എബി പിന്നിൽ നിന്ന് അവളെ വിളിച്ചു. പെട്ടെന്ന് ഒറ്റയ്ക്ക് അവനെ അവിടെ അങ്ങനെ കണ്ടതും അവളുടെ ഉള്ളംകാലിൽ നിന്ന് ഒരു ഭയം മുള്ളിലേക്ക് അരിച്ചു കയറി. നീ എന്താ എന്നോട് പറഞ്ഞത്? ജസ്റ്റിനായിട്ട് ഡിവോഴ്സ് ആവാൻ പോവാണെന്നല്ലേ? നിന്റെയൊക്കെ ഈ നാടകം കളിയുണ്ടല്ലോ, ഇവിടം കൊണ്ട് നിർത്തിക്കോണം. ഇനി ഇതും അതും പറഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നാ എൻ്റെ തനി സ്വഭാവം നീ കാണും. ആണത്തം കാണിക്കേണ്ടത് പെണ്ണുങ്ങളോടല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തനിക്ക് എന്നോട് പറയാമല്ലോ. അനുവിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് എബി സംസാരിച്ചു നിൽക്കുന്ന നേരത്തെ തന്നെയായിരുന്നു ജസ്റ്റിൻ അങ്ങോട്ടെത്തിയത്. ആഹാ, എത്തിയല്ലോ. ഇവളുടെ വാലി തൂങ്ങി ഇവള് പറയുന്നത് കേട്ട് പട്ടിയെപ്പോലെ കുരയ്ക്കുന്ന നീയാണോ ആണ്? നിന്നോടാണോ ഞാൻ ആണത്തം കാണിക്കേണ്ടത്? ജസ്റ്റിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് എബി പുച്ഛത്തോടെ ചോദിച്ചു. ആ, പിന്നെ നീ എന്താ പറഞ്ഞത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിന്നോട് പറഞ്ഞാൽ മതിയെന്നോ? ഞാൻ പറയാം. നിൻ്റെ ഈ നിൽക്കുന്ന ഭാര്യ ഉണ്ടല്ലോ അനീറ്റ, അവൾക്ക് വിവാഹത്തിന് മുന്നേ എന്നോട് പ്രണയമായിരുന്നു. അഗാധമായ അസ്ഥിയിൽ പിടിച്ച് പ്രണയമാണെന്നൊക്കെയാണ് പറയുന്നത്. ഇന്നിപ്പോൾ കല്യാണവും കഴിഞ്ഞ് ഒരു കുഞ്ഞു ആയതിനു ശേഷം വീണ്ടും ഇവൾ എന്നോട് വന്ന് പ്രണയമാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവുകയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ വാസ്തവം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് കരുതിയാണ് ഞാൻ ഇവളോടിപ്പോൾ സംസാരിച്ചത്. ഇനി എന്തായാലും അത് എനിക്കറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരി, എനിക്കല്പം തിരക്കുണ്ട്, ഞാൻ പോട്ടെ. ഇത്രയൊക്കെ പറഞ്ഞ് ചുണ്ടിൽ ചെറിയൊരു പുച്ഛം കലർന്ന ചിരിയോടെ എബി മുകളിലേക്കുള്ള പടികൾ കയറി. എബി മുകളിലേക്ക് പോയി എന്ന് കണ്ടപ്പോൾ തന്നെ ജസ്റ്റിൻ്റെ കൈകൾ അനീറ്റയുടെ മുഖത്ത് തന്നെ ആഞ്ഞു പതിച്ചിരുന്നു. അടിയുടെ ശബ്ദം എബിയുടെ കാതുകളിലേക്ക് ഒരു കുളിർമ പോലെ വന്ന് പതിച്ചു. അത് കേട്ടതും അടക്കി പിടിച്ച ചിരിയോടെയാണ് എബി മുകളിലേക്ക് കയറിയത്. നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാനൊന്നും മിണ്ടരുത്. വായെടുത്താൽ നുണ മാത്രം പറയുന്ന നീയും നിൻ്റെ തള്ളയും പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കില്ല. ഒരു കാര്യമില്ലാതെ നിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം എബി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറയടി, എന്താ അവൻ പറഞ്ഞതിലുള്ള കാര്യം? അത് പിന്നെ ഇച്ചായ, മമ്മി പറഞ്ഞിട്ട്. അനീറ്റ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ വീണ്ടും ജസ്റ്റിൻ അവളുടെ മുഖത്ത് ആഞ്ഞു പ്രഹരിച്ചു. അവളുടെ ഒരു മമ്മി, നീയൊക്കെ പറയുന്നത് കേട്ടു അനുസരിച്ചു എനിക്ക് മതിയായി. ഇനി അതില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കൊച്ചിനെ ഞാൻ കൊണ്ടുപോകും. നിനക്ക് വേണമെങ്കിൽ വരാം, നിനക്ക് മാത്രം. ആ തള്ളയും കൊണ്ട് വരാനാണ് ഉദ്ദേശമെങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടി പൊക്കോണം. ജസ്റ്റിൻ പറഞ്ഞതും അവൾ അവനെ ഞെട്ടലോടെ നോക്കി. അവൻ മുറിയിലേക്ക് കയറിപ്പോയതും അവളും പിന്നാലെ മുറിയിലേക്ക് പോയി. മുറിയിൽ നിന്നും വീണ്ടും ഒച്ചയും ശബ്ദവും ഒക്കെ കൂടി വന്നതും ചെറിയ മമ്മി അങ്ങോട്ടെത്തി. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ജസ്റ്റിനെയും അനീറ്റയെയും ഗൗരവത്തോടെ ഒന്ന് നോക്കി. അവൻ്റെ കയ്യിൽ കണക്ക് കൂട്ടിയാൽ തീരാത്തത്രയും സ്വത്തുവകകളാണുള്ളത്. ഇവൾക്ക് അവനോട് പ്രണയമാണെന്ന പേരിലെങ്കിലും ഒരു കുറച്ച് സ്വത്തെങ്കിലും കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞത്. അല്ലാതെ അത് ശരിക്കുമൊന്നുമല്ല. അവൻ എന്തായാലും കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ അതിനുള്ള പങ്ക് മുഴുവൻ അനാഥാലയത്തിലേക്ക് കൊടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ കുറച്ചെങ്കിലും നമുക്ക് നേടിയെടുക്കാമെന്ന് കരുതി ചെയ്തതാണ്. അല്ലാതെ ഇവൾക്ക് അവനോട് പ്രണയമോ മണ്ണാങ്കട്ടയോ ഒന്നുമില്ല. വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ പറയുന്ന ചെറിയ മമ്മിയെ ജസ്റ്റിൻ അറപ്പോടെയാണ് നോക്കിയത്. നിങ്ങളുടെ മനസ്സ് ഇത്രയും നികൃഷ്ടമായിരുന്നോ? ഛേ, നിങ്ങളുടെ കൂടെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ഇത്രയും നീചമായ മനസ്സായിരുന്നു നിങ്ങൾക്കെന്ന് ഞാൻ കരുതിയില്ല. ജസ്റ്റിൻ അവരിൽ നിന്ന് അറപ്പോടെ മുഖം തിരിച്ചു. അധികം താമസിക്കാതെ തന്നെ അവർ ബാഗ് പാക്ക് ചെയ്തിറങ്ങി. അയ്യോ പോകല്ലേ, കുറച്ചു നേരം കൂടി നിൽക്ക്, ഞാനും കൂടി ബാഗ് പാക്ക് ചെയ്ത് വരാം. അനീറ്റയും ജസ്റ്റിനും പോകാനുള്ള ബാഗൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് കണ്ടതും വേഗം തന്നെ ചെറിയ മമ്മി അവർക്കിടയിലേക്ക് കയറി വന്നു. നിങ്ങളെങ്ങോട്ട് വരുന്നു? ഞാൻ എൻ്റെ ഭാര്യയെയും കൊച്ചിനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അമ്മായിയമ്മയുടെ ആവശ്യമില്ല. അത് പറഞ്ഞ് അവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അനീറ്റയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ജസ്റ്റിൻ പുറത്തേക്ക് പോയിരുന്നു. പോകുന്നതിന് മുൻപ് മുത്തശ്ശിയെ കണ്ട് മാപ്പ് പറയാനും അവർ മറന്നിരുന്നില്ല. അവർ പോകുന്നതും നോക്കി നിർജീവമായി നിൽക്കാൻ മാത്രമേ ചെറിയ മമ്മിക്ക് കഴിഞ്ഞുള്ളൂ.
അനീറ്റയും ജസ്റ്റിനും പോകുന്നതിന് മുന്നേ നടന്ന സംഭവങ്ങളെല്ലാം മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞിട്ടാണ് പോയത്. വരാന്തയിൽ അവരുടെ വണ്ടി പോകുന്നത് നോക്കി നിർജീവമായി നിൽക്കുന്ന ചെറിയ മമ്മിയുടെ പിന്നിലേക്ക് മുത്തശ്ശി എത്തി. ചെയ്ത തെറ്റുകളുടെ ആഴമൊക്കെ നീ മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു ഗ്രേസി. പിന്നിൽ നിന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും ഗ്രേസി ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കി. അവരുടെ കണ്ണുകളിൽ പൊടിഞ്ഞിരിക്കുന്ന കണ്ണുനീര് തുള്ളി കണ്ടതും ഒരു നിമിഷം മുത്തശ്ശി ഒന്ന് അലിഞ്ഞുപോയി. എങ്കിലും അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മുത്തശ്ശിയുടെ മനസ്സിൽ മിന്നിമാഞ്ഞു. എബി പറഞ്ഞതുപോലെ നാളെ തന്നെ നീ ഇവിടുന്ന് പോയിരിക്കണം. മുത്തശ്ശിയുടെ നാവിൽ നിന്ന് കൂടി അങ്ങനെ കേട്ടതും ആകെ തളർന്നു പോകുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ഒന്നും മിണ്ടാൻ പോലും ആകാതെ അവരങ്ങനെ തന്നെ നിന്നുപോയി. എപ്പോഴും നീ ചെയ്ത തെറ്റുകൾ ഒക്കെ ഞാൻ ക്ഷമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിന്നെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും നീ ചെയ്ത തെറ്റുകൾക്ക് പോലും എബിയെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പൊറുക്കാനാവാത്ത തെറ്റാണ്. സ്വത്തുക്കളോ പണമോ പൊന്നോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചോദിക്കുന്നത് ഞാൻ തന്നേനെ. പക്ഷേ അതിനു പകരം ഇത്രയും മോശമായൊരു കാര്യം അത് നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നീ ഇവിടെ നിൽക്കുന്നത് എൻ്റെ എബിക്ക് ഇഷ്ടമല്ല, എനിക്കും. അതുകൊണ്ട് നാളെ തന്നെ നീ ഇവിടെ നിന്ന് പോയിരിക്കണം. ഇനി എന്നെക്കൊണ്ട് ഇത് പറയിക്കരുത്. അത് പറഞ്ഞ് അവരുമായി കൂടുതലൊരു സംസാരത്തിന് നിൽക്കാതെ മുത്തശ്ശി മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. അതേസമയം അനീറ്റയുടെയും ജസ്റ്റിൻ്റെയും കാറ് വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ബാൽക്കണിയിൽ നിന്ന് തന്നെ ആമിയും എബിയും കാണുന്നുണ്ടായിരുന്നു. ഒരെണ്ണം കൂടി പോകാനുണ്ടല്ലോ. കാറിൽ കയറി അനീറ്റയും ജസ്റ്റിനും മാത്രം പോകുന്നത് കണ്ടതും എബി ആലോചനയോടെ ആമിയോട് പറഞ്ഞു. അത് ശരിയാണല്ലോ എന്ന രീതിയിൽ ആമിയും തലയാട്ടി. ചിലപ്പോൾ ഇവർ മാഡത്തിനെ കൊണ്ടുപോകാതെ പോയതാണെങ്കിലോ? ആമി ആലോചനയോടെ പറഞ്ഞതും എബിയോ അത് ശരിയാവാന്ന് വെച്ചു. പിന്നെ ചിലപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും ഇവിടെ തന്നെ കെട്ടിക്കിടക്കും. നാണവും മാനവും ഒന്നുമില്ലാത്ത ഇനത്തിൽ പെട്ടതാണ്. എബി പറഞ്ഞതും ആമി ചിരിയടക്കി. രണ്ടെണ്ണത്തിൻ്റെ ശല്യം തീർന്നു കിട്ടിയല്ലോ, ഇനി ഒരെണ്ണമല്ലേ, അത് ബാക്കി നാളെ നോക്കാം. എബി ഒന്ന് കൈ രണ്ടും നിവർത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ നമ്മൾ അമ്മാമ്മയോട് പറയാതെ നമ്മൾ രണ്ടുപേരും പോയതിലുള്ള ശിക്ഷ നാളെ രാവിലെ അമ്മാമ്മ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും പോയി വാങ്ങണം. തമാശ പോലെ എബി പറഞ്ഞതും അവൻ പറയുന്നത് കാര്യമായിട്ടാണോ അതോ തമാശയാണോ എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ആമി അവനെ സംശയത്തോടെ നോക്കി. ഞാൻ കാര്യം പറഞ്ഞതാണ്. അമ്മാമ്മയോട് പറയാതെ പോയതിനുള്ള ശിക്ഷ നാളെ നമുക്ക് രണ്ടുപേർക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും ആമി അവനെ ടെൻഷനോടെ നോക്കി. തന്നെ ഇവിടുന്ന് പുറത്താക്കാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ വല്ല ക്ലീനിങ് ഒക്കെ ആയിരിക്കും. എങ്കിലും സാരമില്ല, നമുക്ക് ചെയ്യാം. എബി പറഞ്ഞതും ആമി തലയാട്ടി. പക്ഷേ അപ്പോഴേക്കും അവളുടെ ഉള്ളിൽ ഇനി മുത്തശ്ശി തങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്താവും എന്ന ചിന്ത മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട, വയറ് നിറച്ചെന്ന് കിട്ടിയതല്ലേ, നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് എബി മുറിയിലേക്ക് നടന്നു. ആമി പിന്നാലെയും. ശിവ. ആമി മുറിയിലേക്ക് കയറാൻ ഒരുങ്ങുന്നതിന് മുന്നേ അവൻ വീണ്ടും അവളെ വിളിച്ചു. ആമി അവിടെ തന്നെ നിന്ന് അവനെ നോക്കി എന്താണെന്ന രീതിയിൽ പുരിക ഉയർത്തി. അതെ, അന്ന് വിളിച്ചതുപോലെ ഒന്ന് വിളിക്കോ? അവൻ ചോദിച്ചതും സംശയത്തോടെ അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അന്ന് ഋഷിയുടെ വീട്ടിൽ വെച്ച് വിളിച്ചില്ലേ, അതുപോലെ. എന്നെ അങ്ങനെയൊന്നും ആരും വിളിച്ചിട്ടില്ല. ഇല്ലാത്ത നാണം ഉണ്ടാക്കിയാണ് എബി ഈ പെർഫോമൻസ് ആമിയുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. സുഹൃത്തുക്കളെ, അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവൻ തന്നെ കളിയാക്കുവാണെന്ന് ആമിക്ക് മനസ്സിലായി. എടോ തന്നെ ഞാൻ എന്ന് പറഞ്ഞ് ആമി മുന്നിലേക്ക് വരാൻ ഒരുങ്ങിയപ്പോൾ തന്നെ എബി അവൻ്റെ മുറിയിലേക്ക് കയറിയിരുന്നു. നേരത്തൊരു പുഞ്ചിരിയോടെ ആമിയും മുറിയിലേക്ക് കയറി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.